പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നവംബർ മാസത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമുക്കറിയാം, തിരുസഭ എന്നത് സ്വർഗീയ സഭയുടെയും സഹനസഭയുടെയും സമരസഭയുടെയും കൂട്ടായ്മയാണ്. നമ്മളെല്ലാവരും ആ നിത്യ ആനന്ദത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കണമെന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മീയത എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്. ഈ ബന്ധത്തിന് നമ്മെ സഹായിക്കുന്ന ഒരു മാധ്യമമാണ് പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമം അത് പ്രാർത്ഥനയാണ്. ഈ ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും നവംബർ മാസം, ശുദ്ധീകരണ ആത്മാക്കളെ, മരിച്ചുപോയവരെ നമ്മൾ ഓർമ്മിക്കുന്ന ദിനങ്ങളിൽ ഈ പ്രാർത്ഥന എപ്രകാരം ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ദൈവവുമായിട്ട് ഒരു ബന്ധം, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ശ്വാസമാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എന്തിന് പ്രാർത്ഥിക്കണം? നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, മരണത്തോടുകൂടെ ഒരു വ്യക്തിക്ക്, ഒരു ആത്മാവിന് പിന്നീട് അതിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒന്നും തന്നെ തനിയെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യുന്ന ത്യാഗപ്രവൃത്തികള്, നമ്മൾ അർപ്പിക്കുന്ന ബലികള്, കാരുണ്യ പ്രവൃത്തികള് നമ്മളുടെയും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിന് അത് നമ്മെ സഹായിക്കുന്നുണ്ട്, തീർച്ചയാണ്. എന്നാൽ മരണശേഷം നമുക്ക് വേണ്ടി മറ്റുള്ളവർ അർപ്പിക്കുന്ന ബലികള്, മറ്റുള്ളവർ നമുക്ക് വേണ്ടി നടത്തുന്ന കാരുണ്യ പ്രവർത്തികള്, അവർ നടത്തുന്ന ത്യാഗങ്ങള് തീർച്ചയായിട്ടും ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്നത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള ആത്മാക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവം നമ്മുടെ പിതാവാണ്. മാമുദിസായിലൂടെ നമ്മൾ ഒരേ ആത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ക്രൈസ്തവരായിട്ടുള്ളവരൊക്കെ മാമുദിസ സ്വീകരിച്ച എല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പരസ്പരം പ്രാർത്ഥിക്കാൻ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. മരണത്തോടുകൂടെ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്നും അകന്നു പോകുന്നില്ല. മരണത്തിലൂടെ സംഭവിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആ സാന്നിധ്യം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മീയമായിട്ട് നമ്മൾ തമ്മിൽ, എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ജീവിക്കുന്നവരും അതുപോലെ മരിച്ചുപോയ ആത്മാക്കളുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് കത്തോലിക്ക തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ജീവിച്ചവരായ ആത്മാക്കള്, അവർ മരണശേഷം അവർ ശുദ്ധീകരണാവസ്ഥ ആവശ്യമില്ലാത്തതിനാല് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരാണ്. സ്വർഗീയ ആനന്ദം, ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയി പാപത്തിൽ വീണ് പിശാചിന്റെ ആധിപത്യത്തില്, മരണത്തിന്റെ ആധിപത്യം അവരുടെ മേൽ സ്വാധീനം ചെലുത്തിയതുകൊണ്ട്, അവരുടെ മേൽ കടങ്ങൾ വന്നു ചേർന്നതുകൊണ്ട് മരണശേഷം ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തീവ്രത തിരിച്ചറിയാൻ പറ്റാതെ അകലെയായി കഴിയേണ്ട ആത്മാക്കൾ, സ്വർഗത്തിന്റെ ആ സന്തോഷം, പ്രകാശം കിട്ടാത്ത ആത്മാക്കളുണ്ട്. ഈ ആത്മാക്കളാണ് ശുദ്ധീകരണ അവസ്ഥയിലുള്ള ആത്മാക്കൾ. ഇവർക്ക് ഈ ശുദ്ധീകരണ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, നമ്മൾ അർപ്പിക്കുന്ന ബലികൾ, നമ്മൾ നടത്തുന്ന കാരുണ്യ പ്രവൃത്തികൾ അവരെ കൂടുതൽ വിശുദ്ധീകരിച്ച്
ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ ശുദ്ധീകരണാവസ്ഥയിലുള്ള ആത്മാക്കൾക്ക് കർത്താവിന്റെ കരുണ ലഭിക്കാനും അതുവഴി അവർ ആ ശുദ്ധീകരണം പൂർത്തിയാക്കി ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, പ്രകാശത്തിലേക്ക് അടുക്കാനും നിത്യാനന്ദം അനുഭവിക്കാനും ഇടയാക്കുന്നു. അതോടൊപ്പം തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ നമുക്കും വലിയ ഒരു മുതൽക്കൂടായിട്ട് മാറും. ദൈവത്തിന്റെ കരുണ നമ്മളിലേക്കും കടന്നു വരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കരുണ എന്നത് രണ്ട് വഴിയിലും ഉള്ളതാണ്. ആത്മാക്കൾക്ക് കർത്താവിന്റെ കരുണ ലഭിക്കാനും നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിന്റെ കരുണ ലഭിക്കാനും അത് ഇടയാക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. ഈ ലോക ജീവിതത്തിൽ നമ്മൾ നന്മ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നതിലൂടെ നമുക്കും ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതത്തില് പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നും നമ്മൾ മാറി നിന്നുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്നതിലൂടെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിന്റെ ആ അവസ്ഥ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാതെ നിത്യതയിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. സ്വർഗത്തിന്റെ ആ നിത്യതയുടെ പ്രകാശത്തില് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് മാമോദീസായിലൂടെ ദൈവത്തിന്റെ മക്കളായി തീർന്ന നമ്മൾ ഓരോരുത്തരും ഒരേ ആത്മാവിനെ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളവരും, അതായത് സമരസഭയിലുള്ള നമ്മളും, അതുപോലെ ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന സഹനസഭയിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. അതുവഴി നമ്മുടെ ബലികളും കാഴ്ചകളും വഴി ഈ ആത്മാക്കൾക്ക് വിടുതൽ കിട്ടുന്നു. അതിനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് കർത്താവിന്റെ പാപപരിഹാര ബലി. ഓരോ ദിവസവും നമ്മൾ അർപ്പിക്കുന്ന ബലി, പ്രിയമുള്ളവരെ, വളരെ വിലയേറിയതാണ്. ഈ ബലിയിലൂടെ കർത്താവ് ഈശോ നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ ശാപങ്ങൾ എടുത്തു മാറ്റി, നമുക്ക് കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റി സാത്താന്റെ ആധിപത്യത്തിൽ നിന്നും കർത്താവ് നമ്മളെ മോചിപ്പിച്ച് നിയമത്തിലൂടെ നമ്മുടെ മേൽ വന്നു ചേർന്ന ആ പാപത്തിന്റെ അവകാശങ്ങളെയൊക്കെ എടുത്തു മാറ്റി ഈശോ നമ്മളെ മോചിപ്പിക്കുന്നു, നമ്മളെ അവിടുന്ന് വീണ്ടെടുക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ നിന്നും അകന്നിരിക്കുന്ന ആ അവസ്ഥയിലുള്ള ശുദ്ധീകരണ ആത്മാക്കൾ കർത്താവിന്റെ സ്നേഹത്തിന്റെ നിറവിലേക്ക് കടന്നു വരാൻ, അവിടുത്തെ പ്രകാശം അവർക്ക് ലഭിക്കാൻ, നിത്യാനന്ദം അനുഭവിക്കാൻ, അവര് ദൈവത്തോട് ചേർന്നിരുന്ന് നിത്യതയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഈ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ കൊച്ചു പ്രവർത്തികൾക്കും ഒരു നിയോഗമുണ്ടാകണം. പ്രഭാതം മുതൽ സായാഹ്നം വരെ നമ്മൾ എത്രയോ പ്രവർത്തികളാണ് ചെയ്യുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുറമെ പോയി വലിയ മിഷൻ വേലയൊന്നും ചെയ്തിട്ടില്ല, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. കൊച്ചു കാര്യങ്ങളില് കൊച്ചുത്രേസ്യ എന്താണ്? ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടുകൂടെ ചെയ്തു എന്നുള്ളതാണ്. സാധാരണ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അസാധാരണമായ സ്നേഹത്തോടുകൂടെ ചെയ്തു എന്നുള്ളതാണ് കൊച്ചുത്രേസ്യ പുണ്യതി ആ പുണ്യജീവിതത്തിലേക്ക് കടക്കാൻ, പുണ്യവതിയാകാനായിട്ട് കാരണമായത്. ഇപ്പോൾ പറയാ, കോൺവെന്റിന്റെ ഒക്കെ വരാന്തയിൽ കിടക്കുന്ന ആ കരിയിലൊക്കെ അടിച്ചു കൂട്ടുമ്പോൾ പോലും കൊച്ചുത്രേസ്യ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ യോഗ്യതയാൽ ഒരു ശുദ്ധീകരണ ആത്മാവിനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ. ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന ആത്മാവിനെ പാവങ്ങള് കടങ്ങളൊക്കെ എടുത്തു മാറ്റി സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ. എത്രയോ ലളിതമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്കും പ്രിയമുള്ളവരെ കടന്നു പോകുന്ന ഒരുപാട് സഹനങ്ങളുണ്ട്. കുടുംബ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, സമർപ്പിത ജീവിതത്തിന്റെ, പൗരോഹിത്യ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങള്, കടമകള്, നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ പരിപാലിക്കുമ്പോൾ, നമ്മൾ അത്യധ്വാനം ചെയ്യുമ്പോഴൊക്കെ എല്ലാം സഹനങ്ങളുള്ള ജീവിതമാണ്. ആ സഹനങ്ങളെയൊക്കെ നല്ല നിയോഗത്തോടുകൂടെ ഈ കൊച്ചുത്രേസ്യ പുണ്യവതി ചെയ്തതുപോലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം നല്ല നിയോഗത്തോടെ നമ്മൾ കാഴ്ചവെക്കുമ്പോൾ ദൈവസന്നിധിയിൽ അത് അവർക്കൊരു മുതൽക്കൂട്ടാണ്. അവരുടെ ശുദ്ധീകരണം പൂർത്തിയാക്കി ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക്, പ്രകാശത്തിന്റെ നാട്ടിലേക്ക് അവര് എത്താൻ ഇടയാകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. നിത്യതയെക്കുറിച്ചുള്ള വെളിച്ചത്തിൽ, പ്രകാശത്തിൽ ജീവിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, വിശുദ്ധ ജത്രൂദ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ചു ചൊല്ലാം.
നിത്യപിതാവേ, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ലോകം മുഴുവനുമുള്ള എല്ലാ ആത്മാക്കളുടെയും രക്ഷയ്ക്കു വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളുടെ മോചനത്തിനു വേണ്ടി, എൻ്റെ കുടുംബത്തിലും തലമുറയിലുമുള്ള എല്ലാ മരിച്ചുപോയ പാപികളുടെ ആത്മാക്കളുടെയും വിശുദ്ധീകരണത്തിനു വേണ്ടി, മോചനത്തിനു വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. ആമീൻ.